ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എണീറ്റപ്പോൾ ലേറ്റൊന്നും ആയിരുന്നില്ല, നോർമൽ ഒരു 7 ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ എണീറ്റു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇന്ന് ചെക്കൗട്ടാണ്. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ചെക്കൗട്ട് ചെയ്യും. നമ്മൾ നേരെ ഫുജേറയ്ക്ക് വെച്ചടിക്കുകയാണ്. ഇനി അങ്ങോട്ട് പോകണം. പിന്നെ അത്രയേ ഉള്ളൂ. ഇനി ലഘുവായിട്ട് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ താഴെ വന്നു കേട്ടോ. അവിടുത്തെ ആംബിയൻസ് പറയാതെ വയ്യ, നല്ല പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് പോകാൻ തോന്നില്ല, അത്രയും നന്നായിട്ട് അവരത് ആംബിയൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് അവിടെ ലാവിഷായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം എന്നുള്ള സെറ്റപ്പായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ലഘുവായിട്ടുള്ളൊരു ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോക്കൂട്ടിന് വീണ്ടും സ്വിമ്മിങ് പൂളിൽ നീന്തണം എന്നുള്ളൊരു എന്താ പറയുക, ഒരു ആഗ്രഹം. ചേട്ടൻ നീന്താൻ പോയേക്കാന്ന് പറഞ്ഞ് അപ്പരടുത്ത് പോവാ. അപ്പു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ തിരിച്ച് ഇവിടേക്ക് പോകാം കേട്ടോ. ഫുജേറയിൽ നമ്മുടെ ഞങ്ങളൊരു ഫ്രണ്ട് പ്രസവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അവളെ കാണണം. പിന്നെ അത് കഴിഞ്ഞ് അവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിലപ്പോൾ ഇന്ന് ഫുജേറ സ്റ്റേ ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് ഇന്ന് അബുദാബിക്ക് പോകും. അങ്ങനെ അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. കുഞ്ഞിവിടെ ഉണ്ട്, കുഞ്ഞൂസ്. അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പോണ വഴിക്കുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുജേറ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം അവിടെ കുറച്ച് നേരം മിണ്ടിയും പറഞ്ഞിരുന്നതിന് ശേഷം ഒരു വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയിട്ടാണ്. നമ്മൾ ഹാങ്ങിങ് ഗാർഡൻ കാണാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഈ കാണുന്നതാണ് നമ്മൾ ഹാങ്ങിങ് ഗാർഡൻ. പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അന്ന് വീക്കെൻഡ് നമ്മുടെ എന്താ പറയുക, റംദാൻ്റെ ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും ഇത് കാണാനായിട്ട് വന്നിരിക്കുന്ന സമയമാണ്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത്ര പൂരത്തിനുള്ള ആൾക്കാരുടെ തിരക്ക് ഉണ്ടാവില്ലേ, അതുപോലെ തന്നെയായിരുന്നു ഇവിടെയും കാണാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വെറുതെ ഇങ്ങനെ പുറത്തുനിന്ന് കണ്ടു പോവാം, ഉള്ളിൽ കയറിയാലും ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു പുറത്തുനിന്ന് കണ്ടിട്ട് പോകാമെന്ന്. അങ്ങനെ യാത്രയ്ക്ക് ഇട പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഒരു പതുക്കെ സൈഡിൽ ഒതുക്കി റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീടെത്തിയിട്ടാണ്. അത്ര ലേറ്റൊന്നും ആയില്ല, പക്ഷേ നമ്മൾ വീടെത്തി. എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ ജോകുട്ടിൻ്റെ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണേ. അപ്പോൾ അവൻ്റെ ബുക്സും കാര്യങ്ങളും ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ജോകുട്ടിനുള്ള ബുക്സ് മേടിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ മേടിച്ചത് ഗോയൽ എന്ന് പറഞ്ഞ സ്റ്റോറിൽ നിന്നാണ്. നമുക്ക് സ്കൂളിൽ നിന്നും കിട്ടും ബുക്സ്, പക്ഷേ നമ്മൾ മേടിച്ചത് ഗോയൽ നിന്നാണ്. റേറ്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെയായിരിക്കും. സ്കൂളിൽ നിന്നായാലും ഗോയൽ നിന്നായാലും ഒക്കെ സെയിം തന്നെയായിരിക്കും. നമുക്കെല്ലാം കൂടി ബുക്സിന് ടോട്ടലായിട്ട് വന്നത് 731 ദിറംസാണ്.
പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് സെറ്റായിട്ട് കിട്ടണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സ്റ്റേഷനറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും പൈസ നമുക്ക് അത്രയും കുറഞ്ഞ് കിട്ടും. നമ്മളത് മാറ്റി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, വെറുതെ അതിൻ്റെ ഉള്ളിൽ കുറേ കളർ പേപ്പേഴ്സും പെൻസിലും ക്രയോൺസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ പിറ്റേ ദിവസം നമുക്ക് പണി കിട്ടിയിട്ടാ. എന്താ പറയുക, കുഞ്ഞിക്ക് ഫുഡ് പോയ്സണായി. കുഞ്ഞിക്ക് ആദ്യം ഛർദി, പിന്നെ സ്റ്റൊമക്ക് ട്രബിൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആദ്യം കുഞ്ഞി അഡ്മിറ്റായിരുന്നു. അങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് പോവാം എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു നമ്മൾ ഇരുന്നിരുന്നത്. പക്ഷേ അവിടെയും നമുക്ക് പണി കിട്ടിയെന്ന് പറയാമല്ലോ. ജോകൂട്ടിനെ പറ്റി, ജോകൂട്ടിനും വീണ്ടും അതേ സിംറ്റംസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ജോകൂട്ടിനും അവിടെ തന്നെ അതേ റൂമിൽ തന്നെ ഒരു ബെഡ് സെറ്റപ്പ് ചെയ്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ജോകൂട്ടിൻ്റെ കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയതിന് ശേഷം നമ്മുടെ ചേട്ടനും കിട്ടി. അങ്ങനെ കുടുംബമടക്കം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. പക്ഷെ പറയാതെ വയ്യ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അത് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹായ്, ഇത് മിലേനിയം ഹോസ്പിറ്റലിലെ ഉച്ചകാലത്തെ ലഞ്ച് വന്നിരുന്നാണ് കേട്ടോ. ഇത് കുഞ്ഞിയുടെ ഫുഡാണ്. കുഞ്ഞിക്ക് നമ്മൾ കഞ്ഞിയാണ് പറഞ്ഞത്. കഞ്ഞി നല്ല ചിക്കൻ്റെ ഇതുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ് ആ ചിക്കൻ കഴിക്കാനായിട്ട്. പിന്നെ ഒരു സൂപ്പ് ഉണ്ടായിരുന്നു, സൂപ്പ് ഞാൻ കുടിച്ചു. പിന്നെ നമ്മുടെ ദാൽ ഫ്രൈ ഉണ്ട്, ഇത് പൊട്ടറ്റോ ഫ്രൈ ഉണ്ട്. പിന്നെ ഇത് അടിപൊളി പനീർ റോസ്റ്റാണ്. പനീർ ഇതാണോ ചില്ലി പനീറാണോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പായസം. പിന്നെ ഇതെന്തോ അല്ല തക്കാളി ചട്നിയാണോ അത്, തൈര്, ഒരു കുപ്പി വെള്ളം. അടിപൊളി ഫുഡാണ് കേട്ടോ. ഇത് ലിഡിയയുടെ ഫുഡാണ് കേട്ടോ. ലിഡിയയ്ക്ക് ചോറ്, അതേപോലെ ചിക്കൻ്റെ നല്ലൊരു ഫ്രൈ പീസ്, പിന്നെ സൂപ്പുണ്ട്, ദാലുണ്ട്, പനീർ ചില്ലി ഉണ്ട്, തൈരിൻ്റെ ഉണ്ട്, തൈരില്ല ടൊമാറ്റോ ചട്നി, പിന്നെ ഫ്രൂട്ട്, തൈര്, വെള്ളം. അടിപൊളി ഫുഡാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഫുഡ്. പിന്നെ ഇടയ്ക്ക് ജ്യൂസ്, സ്നാക്സ്, അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഇരിക്കണമെങ്കിൽ എന്തോരം ഫുഡാണ് വരാമെന്നറിയോ ഒരു ദിവസം തന്നെ. അപ്പോൾ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാരൻറ്റിനും ഫുഡ് കിട്ടും. അടിപൊളി ഫുഡാണ്. അങ്ങനെ കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ, പാവം. ഇത് ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവ ഉറങ്ങുമ്പോഴേ നമുക്ക് ട്രിപ്പ് ഇടാനും മരുന്നിടാനൊക്കെ പറ്റുള്ളൂ, കാരണം അല്ലെങ്കിൽ അവൻ സമ്മതിക്കില്ല. അങ്ങനെ അമ്മയുടെ മേത്ത് കിടന്ന് നല്ല ഉറക്കത്തിലാണ്. ജോക്കുട്ടൻ്റെ ഇവിടെ ഇരുന്ന് ടാബ് കാണുന്നു. ഇത് തന്നെയാണ് പണി. ഇതാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ. അടിപൊളി ബെഡും ഒരു സോഫ, പിന്നെ കബോർഡുണ്ട്, ഇവിടെ ബാത്റൂം, പിന്നെ അടിപൊളി 3 വ്യൂ കിട്ടണ നല്ല ജനലുകളുണ്ട്. കണ്ടോ, നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. അങ്ങനെ നല്ല അടിപൊളി ഫെസിലിറ്റീസാണ് കേട്ടോ നമുക്ക് തന്നെ. ഇത് TV, വലിയൊരു TV ഉണ്ട്, ചാനലുകളുണ്ട്. ഇപ്പം കുഞ്ഞുറങ്ങണാരോണ്ട് ഒന്നും വെച്ചിട്ടില്ല. ഇത് വേറെ ജനല, ഇവിടെ നിന്ന് നല്ല വ്യൂ ഉണ്ട്. ഇപ്പോഴത്തെ വേറൊരു ജനലുണ്ട്, ഇവിടെ നിന്ന് നല്ല അടിപൊളി വ്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ നല്ല രസമാക്കണം പുറത്തേക്ക് നോക്കി വയ്ക്കാനായിട്ട്. അങ്ങനെ ഇതാണ് നമുക്ക് കിട്ടുന്ന അടിപൊളി ഫെസിലിറ്റീസുള്ള റൂം. അങ്ങനെ ഹോസ്പിറ്റൽ വാസവും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. എല്ലാവരും ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ജോക്കുട്ടിന് പിറ്റേ ദിവസം, അതായത് നെക്സ്റ്റ് ഡേ സ്കൂളിൽ പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച തന്നെ ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഡേ തന്നെ സ്കൂൾ മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ജോക്കുട്ടിനും സ്കൂളിൽ പറഞ്ഞയച്ച്. പിന്നെ ആസ് യൂഷ്വൽ ഡെയിലി നമ്മൾ നേരത്തെ കാലത്ത് എണീക്കുന്നു, പണികൾ തുടങ്ങുന്നു, അത് തന്നെ ഡെയിലി റൂട്ടീൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എടുത്തത്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറെ ഒന്നുമില്ല. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ.